ഫെബ്രുവരി 19 ദേശീയ പഞ്ചായത്തി രാജ് ദിനം. പഞ്ചായത്തുകളിലേക്ക് അധികാരം കൈമാറുന്ന ഭരണ സംവിധാനമാണ് പഞ്ചായത്തി രാജ്. ഗ്രാമങ്ങളിലെ വികസനവും ഭരണവും ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. 1956 ബൽവന്ത് റായ് മേത്ത അധ്യക്ഷനായി നിയമിക്കപ്പെട്ട പാർലമെൻ്ററി സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. സമിതി 1957 റിപ്പോർട്ട് സമർപ്പിക്കുകയും 1958 ദേശീയ സമിതി അംഗീകരിക്കുകയും സമിതി നിർദ്ദേശിക്കുന്ന തരത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനം നടപ്പിലാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിൽ ആണ് പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യം നിലവിൽ വന്നത്. 1992 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിന് നിയമപരമായ പദവി ലഭിച്ചത്. കേരളത്തിൽ 1960 മുതൽ തന്നെ കാര്യക്ഷമമായ പഞ്ചായത്ത് ഭരണവും ഭരണസമിതിയും ഉണ്ടായിരുന്നെങ്കിലും പഞ്ചായത്തി രാജ് നിയമപ്രകാരമുള്ള ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നത് 1994 പഞ്ചായത്തി രാജ് ഭരണ സംവിധാനത്തിന് അടിത്തറയായ റിപ്പോർട്ട് തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷനായിരുന്ന ബൽവന്ത് റായ് മേത്തയെ പഞ്ചായത്തി രാജിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. 1899 ഫെബ്രുവരി 19 ഗുജറാത്തിലെ ഭാവ്നഗറിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 19 ദേശീയ പഞ്ചായത്തി രാജ് ദിനമായും ആചരിക്കുന്നു. കോപ്പർനിക്കസ് ജന്മദിനം. സൗരകേന്ദ്രീകൃത പ്രപഞ്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവും ആധുനിക ശാസ്ത്രവിപ്ലവത്തിൻ്റെ പിതാക്കളിൽ ഒരാളുമായ പോളിഷ് ജ്യോതിശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസ് 1473 ഫെബ്രുവരി 19 പോളണ്ടിൽ ജനിച്ചു. പോളണ്ടിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഇറ്റലിയിലെത്തി കത്തോലിക്ക സഭാ നിയമങ്ങളും ചട്ടങ്ങളും അഭ്യസിച്ചു. ഒപ്പം ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും പഠിച്ചു. തിരികെ പോളണ്ടിലെത്തി ക്രൈസ്തവ നിയമങ്ങളുടെ വ്യാഖ്യാതാവായി ജീവിതം നയിച്ചു. ഒഴിവുവേളകളിൽ ആകാശ നിരീക്ഷണം നടത്തുകയും പുതിയ പല കണ്ടെത്തലുകളും നടത്തുകയും ചെയ്തു. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും സൂര്യനും മറ്റു ഗ്രഹങ്ങളും ഭൂമിയെ ചുറ്റുന്നു എന്നുമുള്ള നാളതുവരെയുള്ള സഭയുടെയും സമൂഹത്തിൻ്റെയും വിശ്വാസ പ്രമാണത്തിൻ്റെ സ്ഥാനത്ത് സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നുമുള്ള സൂര്യ കേന്ദ്രീകൃത സിദ്ധാന്തം അദ്ദേഹം സമർത്ഥിച്ചു. തൻ്റെ കണ്ടെത്തലുകൾ ഡി റെവല്യൂഷൻ ഇബസ് ഓർബിയം സെലസ്റ്റിയം എന്ന കൃതിയിൽ ആവിഷ്കരിച്ചു. പക്ഷേ സഭയുടെ എതിർപ്പ് കണക്കിലെടുത്ത് ആരും അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. മറ്റൊരാൾ ഏറ്റെടുത്ത് പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ ആദ്യ പ്രതി മരണശയ്യയിലായിരുന്ന കോപ്പർനിക്കസിൻ്റെ കയ്യിലെത്തുകയും ചെയ്യുന്നു. 1543 മെയ് 24 അദ്ദേഹം അന്തരിച്ചത്. 1616 സഭ കോപ്പർനിക്കസിൻ്റെ പുസ്തകം നിരോധിച്ചു. എങ്കിലും പിൽക്കാലത്ത് ഈ കൃതി വിഖ്യാതമായി തീരുകയും ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ തുടക്കമായി കണക്കാക്കുകയും ചെയ്യുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ ചരമദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളും
ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവുമായ ഗോപാലകൃഷ്ണ ഗോഖലെ 1915 ഫെബ്രുവരി 19 അന്തരിച്ചു. 1866 മെയ് 9 മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ജനിച്ച അദ്ദേഹം സ്കൂൾ അധ്യാപകനായും കോളേജ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നതിനൊപ്പം സാമൂഹ്യ പരിഷ്കരണത്തിനും അദ്ദേഹം ഊന്നൽ നൽകി. അതിനായി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. രാജ്യസേവനത്തിനായി യുവാക്കളെ സജ്ജരാക്കുക, വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക, സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുക എന്നിവയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. ലക്ഷ്യം നേടാനുള്ള പ്രയാണത്തിൽ അഹിംസ എന്ന തത്വത്തെയാണ് അദ്ദേഹം മുറുകെ പിടിച്ചത്. ഗാന്ധിജിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള വഴികാട്ടിയായത് ഗോഖലെയാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഗോഖലെയുടെ നല്ല ഗുണങ്ങൾ ഗാന്ധിജിയെ അദ്ദേഹത്തിൻ്റെ ആരാധകനും ശിഷ്യനുമാക്കി. 1945 ഫെബ്രുവരി 19 ഗോഖലെ അന്തരിച്ചു. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ജന്മദിനം. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സർവതോമുഖമായ പരിപോഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ 1845 ഫെബ്രുവരി 19 ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരത്തിൽ ജനിച്ചു. സാഹിത്യ സാർവഭൗമൻ എന്ന ഖ്യാതിയോടെ സാഹിത്യരംഗത്ത് തൻ്റെ കാലഘട്ടത്തിന് കേരളവർമ്മ യുഗം എന്ന വിശേഷണം തന്നെ നേടിക്കൊണ്ട് സാഹിത്യത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. സംസ്കൃതത്തിലും മലയാളത്തിലും ഒരേപോലെ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം കവിത, നാടകം, നിരൂപണം, കഥ, ഉപന്യാസം, സന്ദേശകാവ്യം, വിവർത്തനം തുടങ്ങിയ വിവിധ മേഖലകളിൽ മലയാളത്തിലും സംസ്കൃതത്തിലുമായി 60-ലധികം കൃതികൾ പ്രസിദ്ധീകരിച്ചു. കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തെ ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതുവഴി കേരള കാളിദാസൻ എന്ന പേര് ലഭിച്ചു. ഹരിപ്പാട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറിലുള്ള മടക്കയാത്രയിൽ കായംകുളത്തിനടുത്തു വെച്ച് ഉണ്ടായ കാറപകടത്തെ തുടർന്ന് 1914 സെപ്റ്റംബർ 22 അദ്ദേഹം അന്തരിച്ചു. ഭാരതത്തിൽ ആദ്യമായി റോഡപകടത്തിൽ മരിച്ച വ്യക്തി എന്ന കൗതുക വിശേഷണവും അദ്ദേഹത്തിനുണ്ട്.